നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു ലൈഫായിരിക്കുമോ നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ളത്. നിങ്ങളുടെ ഫ്യൂച്ചർ ആരോടൊപ്പമാണ് എന്നുള്ളൊരു എനർജിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളോടൊത്തൊരു ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ഈ ഒരു എനർജിയിൽ എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണുക. നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിലുണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ളൊരു റീഡിങ്സ് ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ റൈറ്റ് ഹീലിങ്ങും മണി അഫർമേഷൻസും അതുപോലെ തന്നെ അഫർമേഷൻസും ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പിന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ പേയ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. അതല്ലെങ്കിൽ ജനറൽ റീഡിങ്സ് തന്നെ ചെയ്യുക. നിങ്ങളുടെ റിലേഷനിലെ കറൻറ്റ് സാഹചര്യങ്ങൾ, പാസ്റ്റിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത്, ഫ്യൂച്ചറിലേക്ക് എന്താണ് കണക്റ്റഡ് ആവാൻ പോകുന്നത്, അതുപോലെ തടസ്സങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ആഴത്തിലുള്ളതാണ്, അതിൻ്റെ എൻഡിങ് അവസാനം എപ്പോഴായിരിക്കും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്കൊരു മറുപടി ലഭിക്കുന്നതായിരിക്കും പേഴ്സണൽ റീഡിങ്സ് എന്നുള്ളത്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് കണക്റ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ സ്റ്റാർ എനർജിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് നോക്കുമ്പം ഈ ഒരു ബന്ധത്തിൽ നിന്നും പുറത്ത് കടക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും സാധിക്കാതെ പോകുന്നു. നിങ്ങൾക്കത് വിട്ട് കളയാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കുടെ ഉത്തരവാദിത്തങ്ങളായിട്ടും നിങ്ങൾക്ക് ബന്ധങ്ങളായിട്ടും നിങ്ങളുടേതാകുന്ന പല സാഹചര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ ബന്ധങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ടതാകുന്ന ബന്ധങ്ങളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എവിടെയോ വല്ലാതെ ഒരു ഹാർട്ട് ടച്ചിങ്, അതായത് വിട്ട് കളയാൻ എത്ര കൊണ്ടും പറ്റാത്ത വിധം നിങ്ങളെ വീണ്ടും പിടിച്ചടുപ്പിക്കുന്ന ഒരു എനർജി ഉള്ള ഒരു ബന്ധമാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബന്ധത്തിൽ നിങ്ങൾ ചില സമയത്ത് ഇതൊരു കർമ്മയാണോ, ഇതെന്തെങ്കിലും ഒരു കാർമിക എനർജിയാണോ, ഇതിൽ എന്തിനാണ് ഞാൻ ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു റിലേഷനിൽ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ പലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഈ ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി തയ്യാറാണ് ഈ ബന്ധത്തിൽ നിന്നും പുറത്ത് കടക്കാൻ, അല്ലെങ്കിൽ ആ ഓർമ്മകളിൽ നിന്ന് പുറത്ത് കടക്കാൻ. പക്ഷേ നിങ്ങൾ എത്രത്തോളം പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുവോ അതിനേക്കാൾ ശക്തമായിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്കും സാഹചര്യത്തിലേക്കും വലിച്ചിടപ്പെടുന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഒരു പരീക്ഷണം പോലെ, ഇത് എന്തൊരു പരീക്ഷണമാണ് എന്ന് നിങ്ങൾ സ്വയം ചോദിച്ച് ശപിക്കുന്ന ഒരു എനർജിയിലൂടെ തന്നെയാണ് കറൻ്റ്ലി നിങ്ങൾ കടന്നു പോകുന്നത്. കാരണം ഈ റിലേഷനിൽ നിങ്ങൾ ഇങ്ങനെ സ്റ്റക്കാണെങ്കിലും അതിൽ നിന്നും നല്ലതോ ചീത്തയോ ആയ ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഒരു വഴിക്ക് നോക്കുമ്പോൾ ഇതില്ല എങ്കിൽ, ഈ ഒരു ബന്ധം എന്നിലില്ല, ഈ ഒരു ബന്ധത്തിൽ ഞാൻ കണക്റ്റഡ് അല്ല, ഇതെനിക്കില്ല എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ നോക്കുമ്പം അതും സാധിക്കുന്നില്ല. എന്നാൽ ഈ റിലേഷനിൽ ഒരു പോസിറ്റീവ് ആകുന്ന എക്സ്പീരിയൻസുകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് മറ്റൊരു സാഹചര്യത്തിലൂടെ നോക്കുമ്പം ലഭിക്കുന്നുമില്ല. അപ്പോൾ അതിന് നല്ലതും ചീത്തയായ ഒന്നും കിട്ടാതെ നിങ്ങൾ വല്ലാതെ ഒരു സ്തംഭന അവസ്ഥയിൽ എന്ത് ചെയ്യണം, എങ്ങനെ പുറത്ത് കടക്കണം, അല്ലെങ്കിൽ ഈ ഓർമ്മകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന് സ്വയം ചിന്തിച്ച് എന്നാൽ മാർഗങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കാത്ത വിധം നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഒരു സ്റ്റാർ എനർജിയുടെ പ്രസൻസ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ശരിക്കും ഇതിലേക്ക് നോക്കുമ്പം കുറച്ച് മെച്യൂരിറ്റിയിലേക്ക് നിങ്ങൾ മാറണം. ഒരു ഒരു പക്വതയില്ലായ്മയുടെ, അല്ലെങ്കിൽ മനസ്സിന് ഒരു ഇമോഷണൽ കൺട്രോളിങ് ഇല്ലായ്മയുടെ ഒരു പ്രസൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല ഇതൊരു അഡിക്ഷനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാർമിക് ബന്ധമാണ്, ഫ്യൂച്ചറുള്ള ബന്ധമാണ്, കറൻ്റ്ലി കാർമിക്കിലൂടെ കടന്നു പോകുന്ന ബന്ധമാണ്. പ്ലസ് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ
അഡിക്റ്റഡ് ആണ്. അഡിക്റ്റഡ് മീൻസ് നിങ്ങൾ ട്രാപ്പാണ്, നിങ്ങൾക്ക് അങ്ങനെ പുറത്ത് കടക്കാൻ പറ്റില്ല. ഇത് നിങ്ങളിപ്പോൾ കറൻറ്റ്ലി ഏത് അവസ്ഥയിലൂടെയാണോ നിങ്ങൾ ഓരോ വ്യക്തികളും കടന്നു പോകുന്നത് അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അത് പെയിൻഫുൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ, ആൻസൈറ്റി ആയിക്കോട്ടെ, ഏത് മാനസികപരമാകുന്ന എനർജിയിലൂടെയാണോ ഈ റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ കടന്നു പോകുന്നത് അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഈ ഒരു കറൻറ്റ് സമയത്ത്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഏറ്റവും സമ്പൂർണമായ സന്തോഷകരമാകുന്ന ഒരു റിയൂണിയൻ പ്രസൻസ് ഉണ്ട്. അതായത് ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയുന്നു, ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഉണ്ട്. അതേത് രീതിയിലായിരിക്കാം എന്നുള്ളത് നമുക്ക് മുന്നോട്ടേക്കുള്ള റീഡിങ്സിലൂടെ നോക്കി തന്നെ പോകാം. തീർച്ചയായിട്ടും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യിപ്പം നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഭയപ്പെടേണ്ട. നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും വരും, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് വേണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്, ഒരു പക്ഷേ ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ആ ഒരു ധർമ്മസങ്കടം എന്ന് പറയുന്ന സിറ്റുവേഷൻസിലേക്ക് അവർ വന്ന് ചേരുന്നതായിട്ട്, അതായത് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു ഫീലിങ്സിലേക്ക് അവരുടെ എനർജി ചേഞ്ച് ആകുന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കറൻ്റ്ലി ബന്ധം തകർന്നു പോയ പോലെയാണ് കേട്ടോ കാണുന്നത്. ഈ ബന്ധത്തിൽ ഇനി ഒന്നും തന്നെ ഇല്ല, മുന്നോട്ടേക്ക് നമുക്കൊരു പ്രതീക്ഷ എന്ന് പറയുന്ന ഒന്നും ഇല്ലാത്ത അവസ്ഥയിലുള്ള റിലേഷനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും റീയൂണിയനിലേക്കാണ് ഈ ഒരു റിലേഷൻ പോകുന്നത്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മിറാക്കിൾ സംഭവിക്കാൻ സാധ്യതയുള്ള റിലേഷനാണ് എന്ന് തന്നെ കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ എടുക്കുന്ന ഈ ഒരു എഫോർട്ട്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഫോക്കസ് നാളെ നിങ്ങളുടെ വ്യക്തി അതിൽ വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇന്നിപ്പം നിങ്ങൾ എങ്ങനെയാണോ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ അവസ്ഥ നാളെ അവരിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും റിയൂണിയൻ പ്രസൻസ് ഉണ്ട്, ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് നിങ്ങളുടെ മുന്നിൽ അവർ യാചിച്ച് നിൽക്കാൻ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അവർ കുറ്റസമ്മതം നടത്തി അവരുടെ തെറ്റുകളെ തിരുത്തി നിങ്ങളിലേക്ക് പൂർണ്ണതയോടുകൂടി വരാനുള്ള എല്ലാ വഴികളും പ്രപഞ്ചശക്തിയാൽ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ എടുക്കുന്ന റിസ്കിന്, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പെയിനിന് എല്ലാം ഒരു മാറ്റം, ശരിക്കും നല്ല ഒരു ചേഞ്ചിങ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ കറൻ്റ്ലി നമുക്ക് കാണാൻ സാധിക്കുന്നത് പൂർണ്ണമായിട്ടും തകർന്നു പോയ, ഇനി ഒരിക്കലും ഇതിനെ തിരിച്ച് പഴയതുപോലെ ആക്കി എടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ബന്ധമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി ഫ്യൂച്ചറിലേക്കുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. കറൻ്റ്ലി നിങ്ങളുടെ വ്യക്തി ഒരു പക്ഷേ തേർഡ് പാർട്ടി പ്രസൻസിലാണ്. അതായത് അവരുടെ ജീവിതത്തിൽ അവർ മറ്റെല്ലാം മറന്ന് തേർഡ് സിറ്റുവേഷൻസുമായിട്ട് കണക്റ്റഡ് ആണ്. തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഒരു പക്ഷേ അത് സൗഹൃദ ബന്ധമായിരിക്കാം കേട്ടോ. അവരുടെ ആ ഒരു ഫീൽഡ്, അവർ ഏത് ഫീൽഡിലൂടെയാണോ കടന്നു പോകുന്നത് അതിൽ കണക്റ്റ് ചെയ്തുള്ള വ്യക്തികളുമായിട്ടായിരിക്കാം ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതും ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതും എന്ന് നമുക്ക്, അതായത് പാസ്റ്റ് എനർജിയിലാണ് അവരിപ്പം. നിങ്ങൾക്ക് മുൻപ് അവരെവിടെയായിരുന്നു അങ്ങോട്ടേക്ക് അവർ പൂർണ്ണമായിട്ടും അവിടെ ഒരു റീയൂണിയൻ കണക്റ്റ് ചെയ്ത് അവിടെ ആക്ഷൻ എടുത്ത് ആ സിറ്റുവേഷൻസിൽ സമാധാനത്തോടും സംതൃപ്തിയോടും കൂടി അവിടെ മനസ്സ് തുറന്ന് നിൽക്കുന്നതായിട്ടാണ് കറൻ്റ്ലി കാണുന്നത്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് എനർജിയാണ്. അതായത് പാസ്റ്റ് എനർജിയിലേക്ക് അവർ തിരിച്ചു പോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവിടെ ആ ഒരു കാര്യത്തെ ഒന്ന് കറക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ബന്ധങ്ങളെ കറക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് നിങ്ങളുടെ വ്യക്തി ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ശരിക്കും അവിടെ കഠിനാധ്വാനം ചെയ്ത് നിൽക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവരുടെ ചില സത്യസന്ധതകളെ തെളിയിക്കേണ്ടി വരുന്ന, എപ്പോഴും കുറ്റമേറ്റു പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസാണ്. കാരണം ഇവരുടെ പോസിറ്റീവിന്, ഇവരുടെ നന്മ, ഇവരില്ലെങ്കിൽ ഇവരുടെ ആ ഒരു സത്യസന്ധതയെ തെളിയിച്ചു കാണിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ആ ഒരു സിറ്റുവേഷൻസിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 8 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ട്
പറഞ്ഞിട്ടുണ്ട്. ഇമോഷൻസിൽ നിന്നെല്ലാം ഇപ്പോൾ അവരൊന്ന് പുറത്തു പോയിരിക്കുകയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇമോഷണലി അവരെ അഡിക്റ്റഡ് ആക്കാൻ പറ്റാത്ത വിധം അവർ ഇമോഷണലിയിൽ നിന്നും ഇപ്പോൾ ഒന്ന് പുറത്ത് നിൽക്കുകയാണ്. അതായത് സ്നേഹം, ബന്ധങ്ങളിൽ നിന്നൊക്കെ അവരൊന്ന് ചേഞ്ച് ചെയ്ത് നിൽക്കുന്നു എന്ന് കാണുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ പറയാൻ പറ്റുന്നത് അവർക്ക് സ്ട്രെസ്സാണ്, അവർ ഓരോന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിൽക്കുന്നിടത്ത് അവരെ സംബന്ധിച്ച് നല്ല രീതിയിൽ അവർക്ക് കണക്റ്റ് ചെയ്തു പോകാൻ അവരുടെ മനസ്സ്, ഹൃദയം തുറക്കേണ്ടി വരുന്ന, ആവർത്തിച്ച് അവരുടെ സത്യസന്ധതയെക്കുറിച്ച് അവർ എപ്പോഴും വെളിപ്പെടുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പം അവരെ സംബന്ധിച്ച് ഇമോഷൻസിനേക്കാൾ പ്രാധാന്യം ബ്ലെസ്സിങ്സിന് കൊടുക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻസും വരുന്നുണ്ട്. അതുപോലെ അവരിപ്പോൾ കറൻ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു അവസ്ഥയെന്ന് പറയുന്നത് അവരുടെ ഉള്ളിലൊരു കുറ്റബോധമായിട്ട് നിൽക്കുന്നുണ്ട്. കർമ്മഫലമെന്ന് അവർ ചിന്തിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് സമാധാനമാണ് കേട്ടോ. സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് പോകണമെന്ന് അവർ, പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരിൽ മാത്രം ഒതുങ്ങി ആ ഒരു പ്രശ്നത്തിനെയും കൊണ്ട് മുന്നോട്ടേക്ക് പോകാമെന്നൊക്കെ ഉള്ളൊരു ചില ചിന്തകൾ അവരിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട്. നിങ്ങളുടെ വ്യക്തിയെ ആരോ ബ്ലാക്ക് മാജിക്ക് ചെയ്ത് ബന്ധനത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഒരു കറക്റ്റ് തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്. ഈ പേഴ്സണെ സ്റ്റക്കാക്കിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ കേട്ടോ. ചില വ്യക്തികളുടെ പ്രസൻസ് ഈ വ്യക്തിയോട് തോന്നിയ ആഗ്രഹമാകാം, ഇഷ്ടമാവാം, അല്ലെങ്കിൽ ഈ വ്യക്തിയിലുള്ള ഗുണഗണങ്ങളാവാം. മറ്റെവിടെയോ ഈ ഒരു പേഴ്സൺ ബന്ധനത്തിലാണ്, ഡബിൾ എനർജി പ്രസൻസിലാണ്, ബ്ലാക്ക് മാജിക്കിൻ്റെ കെണിയിൽ പെട്ടിട്ടുണ്ട്. അത് ശക്തമായിട്ട് ഈ വ്യക്തിക്ക് അറിയാം. ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ നിൽക്കുന്നിടം തെറ്റാണ്, ഞാൻ കറക്റ്റായ സ്ഥലത്തല്ല നിൽക്കുന്നത്, ഞാൻ പെട്ട് നിൽക്കുകയാണ്, ഞാൻ എന്തോ ഒരു അഡിക്ഷൻ്റെ പുറത്ത് നിൽക്കുകയാണ് എന്നൊക്കെ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങളെ ക്ലാരിറ്റിയോടുകൂടി അറിയുന്നുണ്ടെങ്കിലും ആ കെട്ടു പൊട്ടിച്ച് പുറത്തേക്ക് കടക്കാൻ നിങ്ങളുടെ പേഴ്സണ് കറൻ്റ്ലി പറ്റാതെ പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരെ സംബന്ധിച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവസാനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. അവരെ സംബന്ധിച്ച് അവർക്കിനി പ്രോബ്ലംസിനെ നേരിടാൻ പറ്റില്ല, അവർ മടുത്തു എന്നുള്ളൊരു എനർജിയിലാണ്. ഒരു പക്ഷേ പാസ്റ്റിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളെ അവർ അഭിമുഖീകരിച്ചിട്ടുണ്ടാവാം, ട്രോമാസുകളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനി എനിക്ക് വയ്യ പ്രശ്നങ്ങളെ നേരിടാൻ, വിധിക്കനുസരിച്ച് ലൈഫ് കൊണ്ടുപോകുക, വിധിക്കനുസരിച്ച് കാര്യങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഒരു ഫീലിങ്സ് അവരുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അവരുടെ മനസ്സിലൊരു പുതിയ തുടക്കമാണ്. അതായത് കഴിഞ്ഞു പോയതൊക്കെ പോട്ടെ, ഇനി പുതിയത് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക, അത് ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് അവർ പോരുന്നുണ്ട്. കറൻ്റ്ലി ഞാൻ പറഞ്ഞില്ല, അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലാണ്, പാസ്റ്റ് എനർജിയിലാണ്. അതായത് നിങ്ങൾക്ക് മുൻപ് അവരെവിടെയായിരുന്നോ അങ്ങോട്ടേക്ക് അവരൊരു പെട്ടെന്നുള്ളൊരു ചിന്തയിൽ അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു എടുത്തുചാട്ടത്തിൽ അവർ പാസ്റ്റിലേക്ക് പോയി. എങ്കിലും അവിടെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് അനുഭവിക്കുകയാണ്. അവിടെ കിടന്ന് അവർ ശരിക്കും ഫൈറ്റിംഗ് ചെയ്യുന്ന അവസ്ഥയുമാണ്. പ്ലസ് അവരൊരു ബന്ധനത്തിലുമായി പോയിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊന്നും അവസാനിച്ച് കിട്ടണം, അല്ലെങ്കിൽ അവർക്കൊരു സമാധാനം വേണം. ഇമോഷൻസുകളെല്ലാം ഇട്ടെറിഞ്ഞ് അങ്ങോട്ടെങ്കിലും ദൂരേക്ക് പോയാലോ, അല്ലെങ്കിൽ എല്ലാം അവസാനിപ്പിച്ച് എന്നിലേക്ക് മാത്രം ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിലും അവർക്കത് ചിന്തിക്കാനേ പറ്റുന്നുള്ളൂ. അവർക്കത് പ്രാവർത്തികമാക്കാൻ, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. കുറച്ചൊക്കെ ഇമോഷണലി ബൗണ്ടറി ഉണ്ട്. അതായത് അവരെ ആർക്കും കൂടുതൽ കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം അവരൊരു ബൗണ്ടറി ഇടുന്നുണ്ട്. പക്ഷേ എന്നാലും കാര്യങ്ങൾ വിധിക്ക് വിട്ടുകൊടുക്കുന്നുണ്ട്. ചിലതൊക്കെ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് മുന്നിൽ ഇവർ ബ്ലോക്ക് ചെയ്തു പോയിരിക്കുന്ന, അല്ലെങ്കിൽ ശക്തമാകുന്ന ബൗണ്ടറി ഇട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളോട് വളരെ ശക്തമായ രീതിയിൽ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഈ പേഴ്സൺ ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം. എന്താണെങ്കിലും ഈ വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ
പിന്തുടരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളെ വിട്ടു പോകാൻ പറ്റാത്ത വിധം നിങ്ങളുടെ അടുത്ത് സ്നേഹത്തോടു കൂടി വന്ന സമയവും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത സമയം ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ എനർജി പോലെ. അതായത് ഇതെന്തോ ഒരു വിട്ട് കളയാൻ പറ്റാത്ത, അല്ലെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചാലും ഓർമ്മകളിൽ നിന്നും എടുത്തു കളയാൻ പറ്റാത്ത ഒരു സംഭവമാണല്ലോ എന്ന് അവർ നിസ്സഹായതയോടുകൂടി ചിന്തിക്കുന്നുണ്ട്. പ്ലസ് അവർ പ്രഷ്യസ് ആയിട്ടും കാണാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ അറിയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാലം അനുകൂലമല്ല. നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കണക്റ്റ് ചെയ്യാനോ നിങ്ങൾക്ക് ഒരുമിച്ചൊരു തീരുമാനങ്ങൾ എടുക്കാനോ അതല്ലെങ്കിൽ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനോ സാധിക്കാത്ത വിധമുള്ളൊരു കറൻറ്റ് സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ ഈഗോയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചെങ്കിൽ, നിങ്ങളോട് അവർ കാണിക്കുന്ന ഈഗോ എനർജിയിലെങ്കിലും ഒരു ലോസ് സംഭവിച്ചിരുന്നെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങൾക്കൊരു സമാധാനം, ആശ്വാസം ലഭിച്ചേനെ. ഇത് നിങ്ങളുടെ സന്തോഷം എവിടെ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ആരുമായിട്ട് വിശ്വാസത്തോടു കൂടി കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ തോന്നാത്ത വിധം നിങ്ങൾ പതറി നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഇതിനകത്ത് ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ട് നിങ്ങളിനി എന്ത് ചെയ്യണമെന്ന നിസ്സഹായതയോടുകൂടി നിൽക്കുന്ന ഒരു കറൻറ്റ് സിറ്റുവേഷൻസാണ്. ഒരു മാർഗ്ഗങ്ങളുമില്ല, ആരുമില്ല ഷെയർ ചെയ്യാൻ പോലും. ഒരുപക്ഷെ നിങ്ങൾക്കിത് എന്താ പറയുക, ഉള്ളിൽ ഒതുക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ സ്വയം ഈ ഒരു പെയിനിനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഇടയിലൊരു നീതി നടപ്പിലാക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കി വ്യക്തതയോടുകൂടി അവർക്ക് കടന്നു വരേണ്ടി വരും. നിങ്ങൾക്ക് നീതി ലഭിക്കേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ്, പുതിയൊരു തുടക്കം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കൂടാതെ തന്നെ 5 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. അവർ സ്നേഹം ഹൈഡ് ചെയ്യുന്നു. നിങ്ങളോട് ഇമോഷണലി അവർക്ക് അട്രാക്ഷൻ ഉണ്ട്. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് സ്നേഹവും നൽകണമെന്നും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് നല്ലൊരു പ്രസൻസ്, നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവണമെന്നും ഒക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ സമയം, അവരുടെ പ്രായം, അവരുടെ സ്ഥാനങ്ങൾ, അവരുടേതാകുന്ന ചില പൊസിഷനുകൾ, അവർക്ക് നിലനിൽക്കേണ്ട, അവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ചില കാര്യങ്ങളെല്ലാമാണ് അവരെ നിങ്ങളിൽ നിന്നും പിന്നിലേക്ക് വലിപ്പിക്കുന്നത്. അത് അവരെ സംബന്ധിച്ച് അവർക്ക് നിരാശയും ദുഃഖവും കുറ്റബോധവും ഒക്കെ തോന്നിക്കുന്നുണ്ട്. അതായത് നിങ്ങളെന്ന് പറയുന്ന ഓർമ്മയിൽ അവരൊരു ബന്ധനം പോലെ നിൽക്കുന്നുമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷനും എടുക്കാൻ, ഒരു വാക്കുകൾ കൊണ്ടുപോലും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ പറ്റാത്ത ചില ജീവിത സാഹചര്യങ്ങൾ അവരുടെ മുന്നിൽ ശക്തമാവുന്നൊരു മതിൽക്കെട്ട് പോലെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ മതിൽക്കെട്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അവരെ മാറ്റി നിർത്തുന്നത്. അത് അവരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് വളരെ ദുഃഖം തോന്നുന്നുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ, നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടു, ഇനി എവിടെയാണ് സ്വസ്ഥമായിട്ടൊന്ന് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഒന്ന് മാറി ചിന്തിക്കാൻ പറ്റുന്നത്, നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ നിങ്ങളിലേക്ക് എങ്ങനെ വരാൻ സാധിക്കും, ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്ന് എങ്ങനെ വരാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം അവരും ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. എന്താണെങ്കിലും ഇതിനകത്ത് നമ്മൾ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഫ്യൂച്ചർ എനർജിയിലേക്ക് പോകുന്നത് സൺറൈസിങ് തന്നെയാണ്. ഇമോഷണൽ ബാലൻസ്, അബണ്ടൻസ് തന്നെയാണ്. മാത്രവുമല്ല കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്നും, സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും അവർ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആകുന്ന എനർജിയിലേക്ക് മാറും എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ നല്ലൊരു പാർട്ട്ണറായിട്ടൊരു പ്രാധാന്യമുള്ള വ്യക്തിയായിട്ട് തന്നെ അവർ കാണുകയും നിങ്ങൾക്ക് നൽകേണ്ട സ്ഥാനം, ഏത് രീതിയിലാണോ നിങ്ങളുടെ ഫ്യൂച്ചർ ഇവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ആ ഒരു സ്ഥാനം നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവർ നൽകിയിരിക്കും. അതല്ലെങ്കിൽ അങ്ങനെ നൽകേണ്ടി വരും. അത് കാലത്തിൻ്റെ ഒരു തീരുമാനം തന്നെയാണ്. ഇതിനകത്ത് മെയിനായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ട്, ഒരു കുടുംബമായിട്ട്, ഫാമിലിയായിട്ട് ഒരുമിച്ച് നിങ്ങൾക്ക് തോളു ചേർന്ന് പോകേണ്ടി വരുന്ന ഒരു ജീവിത സിറ്റുവേഷൻസ് ഉണ്ടാകുമെന്നുള്ളതാണ് കാണുന്നത്. 7 ഓഫ് കപ്സിൻ്റെ എനർജി വന്ന് നിൽപ്പുണ്ട്. അവരുടെ ഉള്ളിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്, അവർ ദീർഘവീക്ഷണം നാളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, തടസ്സങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഫൈറ്റിങ്ങുകൾ, പ്രശ്നങ്ങൾ വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നിലൊരു ബൗണ്ടറി ഇട്ടാണ് നിൽക്കുന്നതെങ്കിലും
തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റിങ് നൽകണം, നിങ്ങൾക്ക് നീതി നൽകണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം അവരുടെ ഉള്ളിലുണ്ട്. മാത്രവുമല്ല നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പെയിൻ ആകുന്ന സിറ്റുവേഷൻസും കൺഫ്യൂഷനുമൊക്കെ മാറി തീർച്ചയായിട്ടും നല്ല ഒരു നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിൽ ഈ വ്യക്തിയോടൊത്ത് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ജീവിത സാഹചര്യം ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് റീഡിങ്സിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ.